ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് നെയ് മത്തിക്കറി. മത്തി എങ്ങനെ നമുക്ക് വറുത്തരച്ച് വയ്ക്കാം. അപ്പോൾ കുറച്ച് തേങ്ങ ആണ് ആദ്യം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത്. അത് കുറച്ച് ഒരു കയ്യിലൊരു ചെറിയ പിടി എടുക്കുക. അതിന് ശേഷം മഞ്ഞൾപ്പൊടി കുറച്ച് ലേശം ഇടുക, ഒരു ചെറിയ ടീസ്പൂൺ, കുറച്ച് ചെറിയ ടീസ്പൂൺ, 1.5 ടീസ്പൂൺ ഇടുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇടുക. അത് എരിയുള്ള മുരുകലാണ്. ഒരു ചെറിയ ടീസ്പൂൺ എരിപൊടി മുളക് പൊടി ഇടുക. അതിനുശേഷം കാശ്മീരി മുളക് ഇടുക. കാശ്മീരി മുളക് പൊതുവേ എരി കുറവാണല്ലോ. അപ്പോൾ ഒരു സ്പൂൺ എരിയുള്ള മുളകും ബാക്കിയുള്ളത് കാശ്മീരി 3-4 സ്പൂൺ ഇട്ടാൽ കുഴപ്പമില്ല. കളർ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ എരി കാണത്തില്ല അതിന്, കാശ്മീരി മുളകിന്. അതിനുശേഷം നല്ലോണം വറുത്തെടുക്കുക. ആദ്യം തേങ്ങ കുറച്ച് വറുത്തിട്ട് വേണം ഇതൊക്കെ ചേർക്കാനായിട്ട്. ഫസ്റ്റ് മഞ്ഞൾ, പിന്നെ എരിയുള്ള മുളക് ഒരു ടീസ്പൂൺ, അതിനുശേഷം 3-4 പിന്നെ ഇത് സ്പൂൺ കാശ്മീരി മുളക്, അതിനുശേഷം മല്ലിപ്പൊടി ഒരു 3-4 ടീസ്പൂൺ ഇടാം. 4 അല്ലെങ്കിൽ 5 ടീസ്പൂൺ ഇടാം. ചെറിയ ടീസ്പൂണാണ്. വലിയ ഇതാണെങ്കിൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മതി. ചെറുതാണെങ്കിൽ 3-4 ടീസ്പൂൺ ഇടാം. എപ്പോഴും നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ തേങ്ങ ഒരു പിടി സംതിങ്ങൊക്കെ ഇടാവും, അല്ലെങ്കിൽ ഒരു മധുരമായിപ്പോവും, എരി കാണത്തില്ല, ഇതിൽ കറിക്ക് ഒരു ടേസ്റ്റ് കാണത്തില്ല. അതിനുശേഷം ലാസ്റ്റ് കുരുമുളക് പൊടി ഇടണം. കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ ഇടുക. എന്നിട്ട് അത് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, തക്കാളി, പച്ചമുളക്, വറ്റൽമുളക്, പിന്നെ കുറച്ച് കടുക് ഇടുന്നു. നമ്മൾ ലാസ്റ്റ് കടുക് വറുക്കുന്നില്ല. ഇത് ഫസ്റ്റിലെ കൂടി നമ്മളെല്ലാം ചെയ്യുന്നതുകൊണ്ട് കടുക് വറുക്കുന്നതിൻ്റെ കാര്യമില്ല. മനസ്സിലായില്ല. ലാസ്റ്റ് ഞാൻ എണ്ണ ഊറ്റി പിന്നെ കറിവേപ്പില എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് കണ്ട ഫസ്റ്റിൽ ഞാൻ കടുക് ഇട്ട്, അതിനുശേഷം ഇഞ്ചി ഇട്ടിട്ട് നമുക്ക് പച്ചമുളക് ഇടാം, പിന്നെ വറ്റൽമുളകും കൂടെ ഒരു 3-4 ഇട്ട് കടുക് നമ്മൾ വറുക്കുന്നില്ലല്ലോ. അതിന് ശേഷം വെളുത്തുള്ളി ഇട്ടു. അപ്പോൾ ഈ വീഡിയോ പിടിച്ച ഭയങ്കര ഇതായിരുന്നു. ഒറ്റയ്ക്ക് കുക്ക് ചെയ്തുകൊണ്ട് ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അതിനുശേഷം ഉലുവ ഇട്ടു. ഈ പരുവത്തിൽ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇത് ഏതൊക്കെയാണെന്ന് അറിയാം. കടുക്, പിന്നെ ഉലുവ, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ചെറിയൊരു ബ്രൗൺ ആയ ശേഷം ഉള്ളി ഇടുക. ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒറ്റ സവാള ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒറ്റ സവാളയാണ്, വലിയ സവാളയാണ്. മീഡിയം സൈസ് ആണെങ്കിൽ 2 സവാള ചെറുതായിട്ട് കുത്തി അരിഞ്ഞെടുത്ത് ചോപ്പ് ചെയ്ത് കണക്കുള്ള ചെറിയ രീതിയിലാക്കി എടുക്കും. സവാള ഫുള്ളായിട്ട് ഇട്ടു. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്രൗൺ കളറായി, കുറച്ച് ബ്രൗൺ കളർ. അതിന് ശേഷം തക്കാളിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചാനലൊക്കെ അതിന് ശേഷം കറിവേപ്പില ഇടും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് വീഡിയോ പിടിച്ചിരിക്കുന്നത്. കണ്ടില്ലായിരുന്നു, ഒരു കൈ കൊണ്ട് പിടിച്ചിരുന്നു കുക്കിങ്ങും കൂടെ. അതിനുശേഷം ഈ പരുവാകുമ്പോൾ നല്ലവണ്ണം എല്ലാം ചേർത്ത ശേഷം തക്കാളിക്കും ചേർത്ത ശേഷം കറിവേപ്പിലയൊക്കെ ഇട്ട്, വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. ആയിട്ട് ഈ പരുവാകുന്ന ശേഷം അരപ്പിടുക. അരപ്പ് ഫസ്റ്റിൽ അരച്ച് വെച്ചിരിക്കുക. തേങ്ങയൊക്കെ വറുത്ത് അത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് വെച്ച ശേഷം പിന്നെ അത് അരച്ച് മിക്സിയിൽ ചെറിയ ജാറിൽ അരച്ച് വയ്ക്കുക. അരപ്പുണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. ആദ്യം തേങ്ങ, പിന്നെ അതിനുശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്ത് നല്ലവണ്ണം
വറുത്ത് ചെറുതായിട്ട് വറുത്തെടുത്ത ശേഷം പിന്നെ ഗ്രൈൻഡർ തണുത്ത ശേഷം കുറച്ച് തണുത്ത ശേഷം പുറത്ത് വെച്ച് തണുത്ത ശേഷം അതിനുശേഷം ലാസ്റ്റ് മീൻ ഇടുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യുക. എന്ത് ബുദ്ധിമുട്ടായിട്ടാണ് വീഡിയോ പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അറിയാറ്. പിന്നെ ഇവിടെ കിട്ടുന്ന മത്തി നല്ല മത്തിയാണ്, നല്ല നെയ് മത്തി നല്ല. അതിനുശേഷം ലാസ്റ്റ് പുളി ചേർക്കുന്നു. പുളി വാളംപുളിയാണ് ചേർത്തിരിക്കുന്നത്, കുടംപുളിയല്ല വാളംപുളിയാണ് ചേർത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് ആദ്യമേ ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലെടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. അതിനുശേഷം ചാറാക്കിയിട്ട് വിത്തുകയാണ്. അതിനുശേഷം ലാസ്റ്റിൽ ഉപ്പിടുകയെന്ന് പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റിൽ ഓയിൽ വീത്തുന്നു. കറി തിളച്ച് കഴിയുമ്പോൾ മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓയിൽ വിട്ടുക. ലാസ്റ്റിൽ കറിവേപ്പില, ഇത്രയേ ഉള്ളൂ. കറിവേപ്പിലയും കൂടി ഇടുമ്പോഴത്തേക്ക് മീൻ പിടിക്കുക. പിന്നെ ഒന്ന് ഇളക്കി ഒന്ന് ചിറ്റിച്ചു കൊടുക്കുക. സ്പൂണിട്ട് ഇളക്കരുത്, എന്നാൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് ചിറ്റിച്ചു കൊടുക്കുക. രണ്ട് സൈഡും ഒന്ന് തവിട പിടിച്ചിട്ട് ഒന്ന്